യെശയ്യാവ് 55:2. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പീൻ, പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളുവിൻ. പുഷ്ടി എന്ന വാക്കിന് ശക്തി, പോഷണം, വളർച്ച എന്നൊക്കെയാണ് നിഘണ്ടു നൽകുന്ന അർത്ഥങ്ങൾ. എന്നാൽ ആത്മീയമായി ഇതിനെ നന്മയായും തിന്മയായും വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. നാം നല്ല ആരോഗ്യപരമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ആരോഗ്യം വർദ്ധിക്കുന്നു, നാം ശരീരത്തിൽ പുഷ്ടി പ്രാപിക്കുന്നു. അപ്രകാരം നമ്മുടെ ആത്മാവിൻ്റെ പുഷ്ടിക്ക് ആവശ്യം ആത്മീയ ഭക്ഷണമാണ്. അത് പ്രധാനമായും വചനത്തിൽ നിന്ന് ലഭിക്കുന്നു. ഇവിടെ പ്രവാചകനിലൂടെ ദൈവം വിളിച്ചു പറയുകയാണ് വചനത്തെ അനുസരിക്കുവാൻ. ആത്മാവിന് വേണ്ടിയ സകല പുഷ്ടിയും അതിൽ ഉണ്ട്. അത് കഴിക്കുന്നതനുസരിച്ച് നമുക്ക് സന്തോഷവും സമാധാനവും വിജയവുമൊക്കെ ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കുവാൻ സാധിക്കും. യിരെമ്യാ പ്രവാചകൻ 31:14 ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കും എന്നെഴുതിയിരിക്കുന്നു. നാം രാജകീയ പുരോഹിത വർഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ദൈവം നമ്മുടെ പ്രാണനെ ദൈവിക പുഷ്ടിയാൽ, പോഷണത്താൽ, ശക്തിയാൽ തണുപ്പിക്കും എന്ന് പറഞ്ഞാൽ അപ്രകാരം തന്നെ ചെയ്യും. കാരണം വാക്കുമാറാത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത്. യെശയ്യാവ് 10:27 പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും എന്നെഴുതിയിരിക്കുന്നു. ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവിൽ നമ്മുടെ മേൽ ഇരുട്ടിൻ്റെ അധികാരങ്ങൾ വെച്ചിരിക്കുന്ന നുകങ്ങൾ തകർന്നു മാറുവാൻ ഇടയാകും. ശിംശോൻ്റെ മേൽ ആത്മാവ് വന്നപ്പോൾ ഭൂമിയിൽ ആരും ചെയ്തിട്ടില്ലാത്തതായ കാര്യങ്ങളെ ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. വചനം നമുക്ക് പുഷ്ടി തരുമ്പോൾ ആത്മാവിൻ്റെ പുഷ്ടി ദുഷ്ടസേനകളെ തകർക്കുവാൻ നമ്മെ സഹായിക്കുന്നു. സങ്കീർത്തനം 36:8 നിൻ്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു എന്ന് ദാവീദ് എഴുതിയിരിക്കുന്നു. ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യം, വചന നിറവ്, ആത്മാവിൻ്റെ സാന്നിധ്യമൊക്കെ ഒരു ദൈവ പൈതലിന് പുഷ്ടി നൽകുന്നു, നമ്മെ ശക്തരാക്കി തീർക്കുന്നു, നമുക്ക് വളർച്ച നൽകുന്നു. സങ്കീർത്തനം 69:9 നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു എന്ന് ദാവീദ് എഴുതിയിരിക്കുന്നു. ദാവീദ് തൻ്റെ ശക്തി മുഴുവൻ പ്രാപിച്ചെടുത്തത് ദൈവസാന്നിധ്യത്തിൽ നിന്നാണ്. ആലയത്തിൽ വ്യാപരിക്കുന്ന ശക്തിയെ സങ്കീർത്തനക്കാരൻ പലപ്പോഴും അനുഭവിച്ചത് പല സങ്കീർത്തനങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. ഈ നാളുകൾ നമ്മുടെ വളർച്ചയുടെ നാളുകളാകട്ടെ. ആലയത്തിലെ, വചനത്തിലെ, പരിശുദ്ധാത്മാവിലെ പുഷ്ടി പ്രാപിച്ചെടുത്തുകൊണ്ട് ആത്മാവിൽ ശക്തന്മാരായി നമുക്ക് മാറാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങളെ ആത്മാവിൽ പുഷ്ടിയുള്ളവരായി ശക്തന്മാരാക്കി തീർക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.